കോഴിക്കോട് ചാലിയത്ത് നിന്നാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ചരിത്രം നമുക്ക് മുന്നിൽ വീണ്ടും ജീവിക്കുന്നു. കാലം മായ്ച്ചു കളഞ്ഞ ചാലിയം കോട്ടയുടെ ഓർമ്മകളെ പുത്തൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നമുക്കിനി തൊട്ടറിയാം. ഓഗ്മെൻ്റ് റിയാലിറ്റിയും 3D മോഡലുകളും ഒരുമിക്കുന്ന ഈ ഡിജിറ്റൽ കാഴ്ച നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് 450 വർഷം മുമ്പുള്ള ചാലിയം കോട്ടയുടെ ചരിത്രത്തിലേക്കാണ്. ആ വിസ്മയ കാഴ്ചയിലേക്ക് സ്വാഗതം. വൈദേശികാധിപത്യങ്ങൾക്കെതിരായ പോരാട്ട വീര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായ ചാലിയം കോട്ടയുടെ ചരിത്രമറിയാൻ ഡിജിറ്റൽ സൈൻ ബോർഡ് ഒരുങ്ങിയിരിക്കുന്നു. കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ടൂറിസം ക്ലബ്ബും സംയുക്തമായി രൂപകൽപ്പന ചെയ്തതാണ് ഡിജിറ്റൽ സൈൻ ബോർഡ്. കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇത് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു. ഓഷ്യാനസ് ചാലിയം ടൂറിസ്റ്റ് ബീച്ചിലാണ് സൈൻ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഓഗ്മെൻ്റ് റിയാലിറ്റി സാങ്കേതിക വിദ്യയിലൂടെ പുനരാവിഷ്കരിച്ച ചാലിയം കോട്ടയുടെ ചരിത്രം സൈൻ ബോർഡിലെ QR കോഡ് സ്കാൻ ചെയ്ത് അറിയാനാകും. ഓഗ്മെൻ്റ് റിയാലിറ്റി, 3D സാങ്കേതിക വിദ്യ എന്നിവയിലൂടെ വിവരണാത്മകവും ഇൻട്രാക്റ്റീവുമായ സൈനേജുകൾ ഉപയോഗിച്ചാണ് 450 വർഷം പഴക്കമുള്ള കോട്ടയുടെ ചരിത്രം പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. കോട്ടയുടെ 3D മോഡൽ, ചരിത്ര വിവരണങ്ങൾ നൽകുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള വീഡിയോകൾ, പുനരാവിഷ്കരിച്ച കോട്ടയിലൂടെയുള്ള വെർച്വൽ നടത്തം എന്നിങ്ങനെ 3 വ്യത്യസ്ത അനുഭവങ്ങൾ സന്ദർശകർക്ക് മൊബൈൽ ഫോണിൽ QR കോഡ് സ്കാൻ ചെയ്ത് ആസ്വദിക്കാം. 1531 ചാലിയം പ്രദേശത്ത് സുഗന്ധവിജ്ഞാന വ്യാപാരം നിയന്ത്രിക്കാനായി പോർച്ചുഗീസുകാർ പണിതതാണ് ചാലിയം കോട്ട. വ്യാപാര മേൽക്കോയ്മ ലക്ഷ്യമിട്ട് പണിത കോട്ട കോഴിക്കോട്ടെ ഭരണാധികാരിയായിരുന്ന സാമൂതിരിയുടെ അധികാരത്തിനു നേരെയുള്ള വെല്ലുവിളിയായി മാറുകയും സാമുദായിക സംഘർഷങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തതോടെ കോട്ട തകർക്കാൻ സാമൂതിരി തന്റെ നാവികസേനാ തലവൻ കുഞ്ഞാലിമരക്കാർ മൂന്നാമനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. വർഷങ്ങളോളം നീണ്ട പ്രതിരോധത്തിനൊടുവിൽ 1571 കരവഴിയും കടൽ മാർഗവുമുള്ള ശക്തമായ ആക്രമണത്തിലൂടെ സാമൂതിരി സേന കോട്ട പിടിച്ചടക്കി പൂർണ്ണമായി നശിപ്പിച്ചതായാണ് ചരിത്രം. ചാലിയം കോട്ടയുടെ ചരിത്രങ്ങൾ പുതിയ തലമുറയിലേക്ക് പകരാനായി അവതരിപ്പിച്ച ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഏറെ അഭിനന്ദനാർഹം തന്നെ. എന്നാൽ ചാലിയം കോട്ട സ്ഥിതി ചെയ്തിരുന്നു എന്ന് കരുതപ്പെടുന്ന ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ കാട് മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അടയാളപ്പെടുത്തലുകളോ ഒരു സ്മാരകം എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവും എന്നൊരു അഭിപ്രായം കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.